പണ്ടൊരു പാട്ട്, ഞാൻ BEdന്റെ ടീച്ചിങ് നമ്മുടെ കമ്മീഷൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് എൻവയോൺമെന്റിലായിരുന്നു എൻ്റെ കമ്മീഷൻ ലെസൺ. നമ്മൾ ഒരാളുടെ മുമ്പിൽ എക്സ്റ്റേണൽ മുമ്പിൽ ക്ലാസ് എടുക്കുന്ന, അപ്പൊ അവസാനം ഒരു പാട്ട് പാടി അവിടെ നിർത്തിയത് ഓർക്കുന്നുണ്ട്. വളരെ ഫേമസ് ആയിട്ടൊരു പാട്ടാണ്, എന്ന് ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ. ഒബ്വിയസ്ലി അത് തന്നെയാണ്, ആ ഒരു ചോദ്യം തന്നെയാണ് ഓരോ ദിവസവും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 2016 ഇങ്ങോട്ട് 2025 ഉള്ള മാറ്റം ഒരു ഡ്രാസ്റ്റിക് തന്നെയാണ്. അപ്പം അതിനുള്ള സ്റ്റെപ്പുകൾ എടുക്കാനായിട്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും എനിക്ക് തോന്നുന്നു, ആസ് എ എഡ്യൂക്കേറ്റർ ഞങ്ങൾക്ക് അല്ലെങ്കിൽ എന്നെ പോലെയുള്ളവർക്ക് ആ എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റും, ടെക്നോളജി സൈഡിലുള്ളവർക്ക് ടെക്നോളജി കൊടുക്കാൻ പറ്റും. കാരണം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഇന്റർ ഡിസിപ്ലിനറി മൾട്ടി ഡിസിപ്ലിനറി ഒക്കെയാണ്. അപ്പം എല്ലാ തലത്തിലുള്ളവരും ഒരേപോലെ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഭാവിയിലേക്കുള്ള ഒരു പ്രയാണം കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. ഇതിപ്പം ഒരു ഇതുണ്ടല്ലോ, ഇല്ലത്തുനിന്ന് പുറപ്പെട്ടിട്ടുമില്ല എന്തവിടെ എത്തിയിട്ടില്ല എന്നൊക്കെ പറയുന്നത് പോലെയാണ് നമ്മളുടെ പല കാര്യങ്ങളും. കൃത്യമായ ഫോളോ അപ്പുകൾ ഇല്ലാതെ പല പ്രോജക്റ്റുകളും മുടങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ തുടക്കത്തിലുള്ള ശുഷ്കാന്തിയൊന്നും അവസാന തലത്തിലില്ല. ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. അപ്പം അതൊന്നുമല്ല, പുതിയൊരു തുടക്കത്തിന് ഇവിടെയുള്ള എല്ലാവരും ഏതെങ്കിലുമൊക്കെ വിധത്തിൽ സുധാമൻ പറഞ്ഞ പോലെ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പം ഏതെങ്കിലുമൊക്കെ വിധത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ഇവിടെ വന്നിരുന്ന ഓരോ ടോക്കും അത് വളരെ തോട്ട് പ്രൊവോക്കിംഗ് ആയിരുന്നു, വളരെ ഇൻസൈറ്റിംഗ് ആയിരുന്നു. ഇനിയും ഇതുപോലെയുള്ള സ്റ്റെപ്പുകൾ ക്രൈസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കാരണം എഞ്ചിനീയറിംഗ് കോളേജ് മാത്രമല്ല ആർട്സ് ആൻഡ് സയൻസ് കോളേജും ഉണ്ട്, ദ ക്രൈസ്റ്റ് ഗ്രൂപ്പ് എടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എനിവേ എല്ലാവർക്കും താങ്ക് യു, നന്ദി.